ഹലോ എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡേ നമുക്ക് മെയിനായിട്ട് 2 ട്രേഡാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മോർണിംഗ് സെക്ഷനിൽ മാർക്കറ്റ് ജസ്റ്റ് നമ്മുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിക്ക് തൊട്ട് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മുകളിലേക്ക് പോയി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് നമ്മൾ എൻട്രി എടുത്തു. അതിനുശേഷം വീണ്ടും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നമുക്കൊരു FVG എൻട്രി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻട്രി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ പ്രൈസ് ടാർഗറ്റിലേക്ക് പോയി നമ്മുടെ എൻട്രി കിട്ടാണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പഴയ ലെവൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ലാസ്റ്റ് ഡേ ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റീസ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ ലിക്വിഡിറ്റീസ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ലിക്വിഡിറ്റി ഏരിയയിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇന്നലത്തെ ഹൈ, ഈ ഹൈ ആണ് നമ്മുടെ ഫസ്റ്റത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. നമുക്ക് ഫസ്റ്റത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലോ, ഇന്നലത്തെ സ്വിങ് ലോ, ഈ ഒരു സ്വിങ് ലോ ആണ് നമ്മുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കിട്ടിയിട്ടുണ്ട്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഇതാണ്. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയതിന് ശേഷം നല്ലൊരു എൻട്രി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 9:31 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അതിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 50 മിനിറ്റ് ഹൈയും ലോയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു 50 മിനിറ്റ് റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്യണ വരെ, ഒന്നല്ലെങ്കിൽ 50 മിനിറ്റ് ഈ ലിക്വിഡിറ്റി നമുക്ക് ഹൈയും ലോയും നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അവിടെ നിന്ന് ഒരു എൻട്രി നമുക്ക് കിട്ടണ പോലെ. ഇപ്പോൾ നമുക്ക് എന്തായാലും പ്രൈസ് ഈ ഒരു റേഞ്ചിലാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നിൽക്കുന്ന കാരണം നമുക്ക് മുകളിലേക്ക് ട്രേഡ് കിട്ടാം. ഇൻ കേസ് ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നേരെ റിവേഴ്സിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ താഴത്തേക്ക് നമുക്ക് ട്രേഡ് നോക്കാം. ഏതാണോ ആദ്യം ഓപ്പർച്യൂണിറ്റി വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എൻട്രി നമുക്ക് നോക്കാം. എന്തായാലും മാർക്കറ്റ് ആയാലും തന്നെ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡേ ഹൈ ഒന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു എൻട്രി നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓൾസോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അത് നമുക്കൊരു സപ്പോർട്ടായിരിക്കും. നമ്മുടെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക. നമ്മുടെ ഫ്രീ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ ടൈം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ലിക്വിഡിറ്റി ഇപ്പോൾ ഇന്നത്തെ 50 മിനിറ്റ് ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1 മിനിറ്റ് ലിക്വിഡിറ്റി സ്വീപ്പും കൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് എക്സ് എന്ന് മാർക്ക് ചെയ്യാം. ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി സ്വീപ്പാണ് എന്തായാലും. ഇനി നമുക്ക് നേരെ താഴത്തേക്ക് ഈ ഒരു സെക്ഷൻ്റെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്കൊരു ട്രേഡ് എടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1:3 റേഷ്യോ കിട്ടുന്ന വരെയോ അല്ലെങ്കിൽ പ്രീവിയസ് സ്വിങ് ലോ ടാർഗറ്റായിട്ട് വയ്ക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നേരെ ഒരു റിവേഴ്സിൽ വന്നിട്ടുണ്ട്, ഒരു ഇൻറ്റേർണൽ 1 മിനിറ്റ് റിവേഴ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമ്മൾ ഫസ്റ്റത്തെ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ടാർഗറ്റിലേക്ക് പോവോ സ്റ്റോപ്പ് ലോസിലേക്ക് പോവോ, ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 10:18 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 1:3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ എൻട്രി ആയിരുന്നു. നമ്മുടെ 15 മിനിറ്റ് റേഞ്ച് സ്വീപ്പ് ചെയ്തതിന് ശേഷം വന്നൊരു റിവേഴ്സലിലാണ് നമ്മൾ ഈ എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1:3 റേഷ്യോ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസിലൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 20+ പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1:3 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഡേ ലോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. കുറച്ചും കൂടി റിസ്ക് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൽ ചെയ്യണമെങ്കിൽ ട്രെയിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റത്തെ ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അധികം ക്വാണ്ടിറ്റീസ് അധികം ഹയർ ടാർഗറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യണില്ല. മിനിമം 1:3 ടാർഗറ്റ് കിട്ടണ പോലെ നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും താഴത്ത് ആ ലിക്വിഡിറ്റി നമ്മുടെ ഇന്നത്തെ 50 മിനിറ്റ് ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രം നമുക്കൊരു എൻട്രി നോക്കാം. എന്തായാലും നമുക്ക് ഫസ്റ്റ് ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നല്ലൊരു എൻട്രി താഴത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊരു പുതിയൊരു ട്രേഡറാണോ? നിങ്ങളൊരു അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ലൈഫ് ടൈം ഫ്രീ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളുക. ഇപ്പോൾ ടൈം 2:07 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 50 മിനിറ്റ് ലിക്വിഡിറ്റി ഇതുവരെ സ്വീപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒത്തിരി ടൈം എടുത്തു ഫസ്റ്റത്തെ ട്രേഡിന് ശേഷം. നേരെ നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നെങ്കിലും, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നെങ്കിലും അത് സ്വീപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും അത് സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ടൊരു റിവേഴ്സൽ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ മുകളിലേക്ക് ഒരു ട്രേഡ് നമ്മൾ നോക്കുകയുള്ളൂ. എന്തായാലും വളരെ സൈഡ് വേസ് മൂവ്മെൻ്റാണ് ഇപ്പോൾ എന്തായാലും ആ ഒരു സൈഡ് വേസ് ബെയറിഷ് മൂവ്മെൻ്റാണ് ഇപ്പോൾ എന്തായാലും കാണാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. താഴത്തെ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്താൽ മാത്രം നമുക്ക് ഒരു എൻട്രി മുകളിലേക്ക് സ്വീപ്പ് ചെയ്ത് പ്രോപ്പറായിട്ടൊരു റിവേഴ്സൽ തന്നാൽ മാത്രം മുകളിലേക്ക് ഒരു ട്രേഡ് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യാം. നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 2:13 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ താഴത്തെ ആ ലിക്വിഡിറ്റി നമ്മുടെ ഇന്നത്തെ ഡേ ലോ നമുക്ക് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എൻട്രി ഏരിയയിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു റിവേഴ്സൽ കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് നേരെ ലിക്വിഡിറ്റി എടുത്ത് നേരെ താഴത്തെ ലിക്വിഡിറ്റി ഇപ്പോൾ എടുത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ട്രേഡ് കൂടെ നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും ഇതെന്തായാലും ഒരു ട്രേഡ് നമ്മൾ നോക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ 2:15 2:13 ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഒരു ട്രേഡ് കൂടെ നമുക്ക് നോക്കാം. എന്തായാലും നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 2:16 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ റിവേഴ്സൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ഒരു ഇൻറ്റർണൽ ഷിഫ്റ്റ് ഒരു 1 മിനിറ്റ് റിവേഴ്സൽ മതി. അപ്പോൾ ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ നമുക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് ഡയറക്റ്റ്ലി എൻട്രി എടുക്കാം. നമുക്കിവിടെ ഒരു FEGക്ക് പുൾ ബാക്ക് ചെയ്യേണ്ട ആവശ്യം നമ്മൾ നോക്കുന്നില്ല. കാരണം വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. ഇൻ കേസ് ഒരു 1 മിനിറ്റ് FEG ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ എടുക്കാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഡയറക്റ്റ്ലി എൻട്രി എടുക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ് ഇന്നത്തെ ഡേ ലോ എന്തായാലും സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് മതി. ഇനി ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു 1:3 കിട്ടണ പോലെ ഓൾമോസ്റ്റ് 1:3 ആ മുകളിൽ ആ ഒരു ബിയറിഷ് FEG ഉള്ളതുകൊണ്ടാണ് നമ്മൾ 1:3 കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ടാർഗറ്റായിട്ട് വെച്ചത്. ഇൻ കേസ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വന്നാൽ തന്നെ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. ഇൻ കേസ് മുകളിൽ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് മുകളിലത്തെ ആ ബെയറിഷ് FEG ടാപ്പ് ചെയ്തിട്ട് ഇനി പ്രൈസ് താഴ്ത്തേക്ക് വരാണെങ്കിൽ വരികയുള്ളൂ എന്നുള്ള ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ടാർഗറ്റാണോ സ്റ്റോപ്പ് ലോസ് ആണോ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 2:44 കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മൂവ്മെൻ്റാണ് നമ്മുടെ ആ ഒരു എൻട്രി ഏരിയയിൽ പ്രൈസ് നിൽക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല. എന്തായാലും ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിക്കേണ്ടി തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളൂ. എന്തായാലും സൈഡ് വേസ് മൂവ്മെൻ്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. ഇൻ കേസ് താഴത്തേക്ക് ഫാൾ ചെയ്യുകയാണെങ്കിൽ തന്നെ മുകളിലത്തെ FEG എടുത്തിട്ട് ആവണം ഇനി താഴത്തേക്ക് ഫാൾ ചെയ്യേണ്ടത് തന്നെ. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തത് നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. പക്ഷേ ഓൾമോസ്റ്റ് ടൈം 2:44 കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ടാർഗറ്റിലേക്ക് പോവോ അതോ സ്റ്റോപ്പ് ലോസിലേക്ക് പോവോ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 2:50 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ടാർഗറ്റിൻ്റെ ഓൾമോസ്റ്റ് 90% മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും മുകളിലത്തെ ഒരു FEG ഈ ഒരു FEG ഇവിടെയാണ് നമ്മുടെ ബെയറിഷ് FEG വന്ന് നിൽക്കുന്നത്. എന്തായാലും ആ ഒരു സെക്ഷനിലേക്ക് പ്രൈസ് വന്നിട്ട് വേണം ഇനി താഴത്തേക്ക് ഫാൾ ആവണമെങ്കിൽ തന്നെ വരാനുള്ള ചാൻസ്. അപ്പോൾ എന്തായാലും പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ടൈം കഴിയാറായിട്ടുണ്ട്. എന്തായാലും കുറച്ച് ടൈം കൂടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മുകളിൽ ആ ഒരു FEG എടുത്തിട്ട് തന്നെയാണ് ഇനി താഴത്തേക്ക് വീഴാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും മിനിമം നമ്മൾ സേഫായിട്ട് നമ്മളൊരു ടാർഗറ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടി എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 3:18 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 1:3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നല്ല ടൈം എടുത്തു ഈ ഒരു ചെറിയ ടാർഗറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഹിറ്റ് ചെയ്യാനായിട്ട്. ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് തന്നെയാണ് ഈ താഴത്തെ ലിക്വിഡിറ്റി സീപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 20+ പോയിൻറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എൻട്രി ആയിരുന്നു. എന്തായാലും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇന്നത്തെ 2 ട്രേഡ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു എൻട്രീസ് നമുക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് മിനിമം 1:3 ടാർഗറ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.